ഇതാ ഈ കാണുന്നതാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്, നമ്മളെ ഫിഷ് മാർക്കറ്റ്. നിങ്ങൾ ആരും ഞെട്ടണ്ട. അല്ല, ഇത്രയും വലിയ മാർക്കറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. ഞാനൊരു പ്രാവശ്യം ഞെട്ടിയതാ, പിന്നെ എപ്പോഴെപ്പോഴും ഞെട്ടണ്ടല്ലോ. ഞാൻ കണ്ട് ഞെട്ടിയത് നിങ്ങൾ കാണിച്ച് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞേ? ആ, അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയിട്ടില്ലേ? അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോരോ മീനും നമുക്ക് കാണാം. ഓരോരോ മീനും കാണാൻ പറ്റില്ല, കുറച്ച് കുറച്ച്. പിന്നെ ഈ കാണുന്ന മീനുകളുടെ ഒക്കെ പേരെന്താന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ജീവനുള്ള മീനും ജീവനില്ലാത്ത മീനും, തിന്നാൻ പറ്റുന്ന മീനും തിന്നാൻ പറ്റാത്ത മീനും, വളർത്തുന്ന മീനും വളർത്താത്ത മീനും, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് മീനും ഇവിടെ കിട്ടും. ഈ ഗ്ലാസ്സിൽ കിടക്കുന്ന എല്ലാ ഐറ്റംസും ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം കേട്ടോ. ഇത് കണ്ടോ ഓരോന്നിന്റെ വലുപ്പം? ഈ ഫിഷുകളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇതുപോലെ ഒരുപാട് ഫിഷുകൾ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ എയും ബിയും ഒക്കെ ആയിട്ട് സെക്ഷൻ ആക്കിയിട്ടാണ് ഇവിടെ സെയിൽ നടക്കുന്നത്. ഇത് കണ്ടോ ഓരോ ഫിഷും എത്ര ഭംഗിയായിട്ട് നല്ല ഹലുവ കഷ്ണം പോലെ അല്ലേ മുറിച്ച് വെച്ചിരിക്കണേ. നാട്ടിലത്തെ ബേക്കറി കടയിൽ പോയൊരു ഫീലിംഗ്. ഈ ഒരു പീസ് ഉണ്ടോ കറക്റ്റ് ഹലുവ അല്ലേ? ഇവിടെ വരുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എപ്പോഴാ സെയിലായി കഴിയാന്നുള്ളതാട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഇത്രയും ആൾക്കാർ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാട്ടോ അത്. ഇതാ ഈ കാണുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിന് മുമ്പ് അവിടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. അപ്പോഴന്നെ ഞാനിത് നിവർത്തി കാണിച്ചു തരാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നമ്മൾ നീരാളി തന്നെയാട്ടോ. പിന്നെ ഈ കിടക്കണ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലെ കിളിമീനൊന്നുമല്ല കേട്ടോ ആ കിടക്കണത്, ഇവിടുത്തെ സുൽത്താൻ ഇബ്രാഹിമാ. പിന്നെ ഓരോ നാട്ടിലും ഓരോ മീനും പല പേരുകളാണല്ലോ. പിന്നെ കിളിമീനും കോരാന്നെല്ലാം പറയുന്നതിനേക്കാളും കുറച്ച് ഗമുള്ള പേരാട്ടോ മൂപ്പർക്ക് ഇവിടെ ഉള്ളത്. പിന്നെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമല്ല, നമുക്ക് ഫ്രോസൺ ഐറ്റംസും എല്ലാം ഇവിടെ കിട്ടും. ഇതുപോലെ മാർക്കറ്റിന്റെ ഒരു സൈഡിലായിട്ടാട്ടോ ഫ്രോസൺ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഫിഷ് എല്ലാം അവിടെ കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം. പിന്നെന്താ നമുക്ക് പ്രശ്നം? വീട്ടിൽ പോയി കഴുകി കുക്ക് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പൊ വന്ന കാര്യം മുതലാക്കി എല്ലാവരുടെ കയ്യിലും ഓരോ കവറായിട്ട് നമ്മൾ തിരിച്ചു പോയിട്ടോ. അപ്പൊ ഇന്ന് ഇത്ര ഉള്ളൂ. ബൈ.